ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ നടന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് വൈദ്യുതോർജ്ജം അനിവാര്യമാണ്. ഈ അടിസ്ഥാനത്തിലൂന്നിയാണ് സമകാലിക ലോകം വിവിധ മേഖലകളിലെ വികസന നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നത്. എല്ലാ സർക്കാരുകളും വൈദ്യുതി രംഗത്തിന്റെ ആസൂത്രണത്തിന് പരമപ്രാധാന്യം നൽകുന്നുണ്ട്. സോളാർ എനർജിയിലേക്ക് മാറുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ കർത്തവ്യവും ചെറിയൊരളവിൽ നിറവേറ്റാനാണ് സെന്റ് ജോൺസ് ഒരുങ്ങുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സെന്റ് ജോൺസിൻ്റെ ഡയറക്ടറെയും ഭരണസമിതിയും എല്ലാം പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒന്നാണ് പവർ. നമ്മുടെ വികസന കാഴ്ചപ്പാടുകളോടൊപ്പം ആവശ്യകതയ്ക്കനുസരിച്ച് പവറിൻ്റെ ആവശ്യവും വർദ്ധിച്ചു വരുന്നു. ഊർജ സംരക്ഷണവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം വരും കാലങ്ങളിലേക്ക് സുരക്ഷിതമായ മാനങ്ങൾ തേടിയെത്താൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് കട്ടപ്പനയിലെ സെന്റ് ജോൺസ് ആദ്യമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് വലിയ രീതിയിൽ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എൽസോൾ പവർ സൊല്യൂഷൻസ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് വിജയകരമായി കമ്മീഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പദ്ധതി തയ്യാറാക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ, കട്ടപ്പന KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി മാത്യു, എൽസോൾ പവർ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ടിൻസു മാത്യു എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സെന്റ് ജോൺസ് ആശുപത്രി ജനറൽ മാനേജർ ജേക്കബ് കോര, ഡെപ്യൂട്ടി മാനേജർ ജിജോ വർഗീസ്, കോർഡിനേറ്റർ ജോസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു.